കോട്ടയം മുണ്ടക്കയത്ത് മോഷണ കേസുമായി ബന്ധപ്പെട്ട് യുവാവിനെ പോലീസ് നഗ്നനാക്കി മർദ്ദിച്ചെന്ന് പരാതി. സ്വകാര്യ കൊറിയർ സ്ഥാപനത്തിലെ ജീവനക്കാരനായ യുവാവിന്റെ കുടുംബം മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി. എന്നാൽ നിരീക്ഷണ ക്യാമറയിൽ മോഷണം നടത്തിയതിന് തെളിവുകളുണ്ടെന്നും കേസിൽ നിന്ന് രക്ഷപ്പെടാനാണ് കള്ളപ്പരാതി ഉന്നയിക്കുന്നതെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. മുണ്ടക്കയത്തെ സ്വകാര്യ കൊറിയർ സ്ഥാപനത്തിലെ ജീവനക്കാരനായ അഫ്സലാണ് പോലീസിനെതിരെ പരാതി ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് 2 ലക്ഷത്തോളം രൂപ ജോലി സ്ഥലത്ത് നിന്നും മോഷണം പോയത്. സംഭവ ദിവസം സ്ഥാപനത്തിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ ആളെന്ന നിലയിൽ മുണ്ടക്കയം പോലീസ് തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയെന്നും മർദ്ദിച്ച് കുറ്റം സമ്മതിപ്പിക്കാൻ ശ്രമിച്ചുവെന്നുമാണ് അഫ്സലിന്റെ ആരോപണം. പിന്നെ എന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും വിളിച്ചിട്ട് സ്റ്റേഷനിലോട്ട് വരാൻ പറഞ്ഞു. സ്റ്റേഷനിലോട്ട് വരാൻ മാറി ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം എന്നെ അവിടെ നടന്നതെന്ന് പറയാൻ പറഞ്ഞു. ഞാനെല്ലാം പറഞ്ഞു കൊടുത്തു. എന്നുവെച്ചാൽ പറഞ്ഞു എന്നോട് പറഞ്ഞു അവിടെ ഇരിക്കാൻ പറഞ്ഞു. അവിടെ ഇരുന്ന് ഓരോ സാറുമാർ വന്നിട്ട് എന്നോട് ചോദ്യം ചോദിക്കുമായിരുന്നു, നീ തന്നെ എടുത്ത് അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞത് എന്നെ ഇടിക്കുമായിരുന്നു. അഫ്സൽ മോഷണം നടത്തുന്ന CCTV ദൃശ്യങ്ങളടക്കം തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. തെളിവോടെ പിടിക്കപ്പെട്ടപ്പോൾ സ്ഥാപന ഉടമയ്ക്ക് പണം തിരികെ നൽകാമെന്ന് സമ്മതിച്ച് സ്റ്റേഷനിൽ നിന്നിറങ്ങിയ അഫ്സൽ പിന്നീട് ആശുപത്രിയിൽ ചികിത്സ തേടിയെന്നും മർദ്ദന പരാതി ഉന്നയിക്കുകയായിരുന്നുവെന്നുമാണ് പോലീസിന്റെ വാദം. എന്നാൽ അഫ്സൽ ജോലിസ്ഥലത്ത് നിന്നും പോയതിനു ശേഷമുള്ള CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. സംഭവത്തിൽ അഫ്സലിനെതിരെ മുണ്ടക്കയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. 24 കോട്ടയം.